നമസ്കാരം. +1 ബയോളജി 8ാമത്തെ ചാപ്റ്റർ കോശം ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്ന് നോക്കാം. എല്ലാ ജീവജാലങ്ങളും കോശത്താൽ നിർമ്മിതമാണ്. ചില ജീവികൾ ഒറ്റ കോശത്താൽ നിർമ്മിതമാണ്. അവയെ ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ മനുഷ്യരെ പോലെ മറ്റ് അനേകം ജീവികളുടെ ശരീരം ധാരാളം കോശങ്ങളാൽ നിർമ്മിതമാണ്. അവയെ ബഹുകോശ ജീവികൾ എന്ന് വിളിക്കുന്നു. അടുത്തത്, എന്താണ് കോശം? ഏകകോശ ജീവികൾക്ക് താഴെ പറയുന്ന സവിശേഷതകളുണ്ട്. സ്വതന്ത്രമായി നിലനിൽക്കുന്നു. ജീവന് ആധാരമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. പൂർണ്ണമായ ഘടനയുള്ള കോശത്തിൽ കുറഞ്ഞ ഒന്നിനും സ്വതന്ത്രമായി നിലനിൽക്കാനുള്ള കഴിവില്ല. അതിനാൽ എല്ലാ ജീവകോശങ്ങളുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ഒരു ജീവകോശത്തെ ആദ്യമായി കണ്ടെത്തി വിശദീകരണം നൽകിയത് ആന്റണി വാൻ ലീവൻഹോക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. പിന്നീട് റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞൻ മർമ്മത്തെ കണ്ടെത്തി. മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തവും തുടർന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ആവിർഭാവവും കോശഘടനയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ സഹായിച്ചു. അടുത്തതായി കോശസിദ്ധാന്തം, സെൽ തിയറി. ജർമ്മൻ ശാസ്ത്രജ്ഞനായ മത്തിയാസ് ഷ്ലീഡൻ ധാരാളം സസ്യങ്ങളെ പഠനവിധേയമാക്കി. 1838 ഈ സസ്യങ്ങൾ വിവിധ തരത്തിലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും അവ സസ്യത്തിൻ്റെ കലകളായി രൂപപ്പെടുന്നുവെന്നും അദ്ദേഹം കണ്ടെത്തി. ഇതേ കാലയളവിൽ ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞനായ തിയോഡർ ഷ്വാൻ 1839 ധാരാളം ജന്തുകോശങ്ങളെ പഠനവിധേയമാക്കുകയും ജന്തുകോശങ്ങൾക്ക് ഒരു നേർത്ത ബാഹ്യസ്തരമുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇന്ന് അതിനെ പ്ലാസ്മ സ്തരം എന്ന് വിളിക്കുന്നു. അദ്ദേഹം സസ്യകലകളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കോശഭിത്തി സസ്യങ്ങളുടെ പ്രത്യേകതയാണെന്നും സ്ഥിരീകരിച്ചു. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങളും കൊണ്ട് നിർമ്മിതമാണെന്ന പരികൽപ്പനയ്ക്ക് ഷ്വാൻ രൂപം കൊടുത്തു. സ്ലീഡനും ഷ്വാനും ചേർന്ന് കോശസിദ്ധാന്തം, സെൽ തിയറി ആവിഷ്കരിച്ചു. എന്നാൽ ഈ സിദ്ധാന്തം പുതിയ കോശങ്ങൾ എങ്ങനെയുണ്ടാകുന്നു എന്ന് വിശദീകരിക്കുന്നില്ല. കോശങ്ങൾ വിഭജിക്കുന്നുവെന്നും നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയവ ഉണ്ടാകുന്നതെന്നും ആദ്യമായി വിശദീകരിച്ചത് റുഡോൾഫ് വിർഷോ 1855 ആണ്. അദ്ദേഹം ഷ്ലീഡൻ്റെയും ഷ്വാനിൻ്റെയും നിഗമനങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് കോശസിദ്ധാന്തത്തിന് അന്തിമ രൂപം നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോശസിദ്ധാന്തത്തെ ഇങ്ങനെ മനസ്സിലാക്കാം. എല്ലാ ജീവികളെയും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളും കോശ ഉൽപ്പന്നങ്ങളും കൊണ്ടാണ്. എല്ലാ കോശങ്ങളും മുൻപ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അടുത്തതായി കോശം ഒരവലോകനം. ഉള്ളിത്തൊലിയിലെ കോശങ്ങളെയും മനുഷ്യൻ്റെ കവിളിലെ ആവരണകലയിലെ കോശങ്ങളെയും മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാകും. അവയുടെ ഘടന ഒന്നുകൂടെ പരിശോധിക്കാം. സസ്യകോശങ്ങളിലെ ഉത്തമോദാഹരണമായ ഉള്ളിയുടെ കോശത്തിന് ഏറ്റവും പുറമേയായി വ്യക്തമായ ഒരു കോശഭിത്തിയും അതിനുള്ളിലായി കോശസ്തരവുമുണ്ട്. മനുഷ്യൻ്റെ കവിളിലെ കോശങ്ങൾക്ക് ഏറ്റവും പുറമേ ഒരു കോശസ്തരം മാത്രമാണുള്ളത്. ഓരോ കോശത്തിനും ഉള്ളിലായി കട്ടികൂടിയ സ്തരത്താൽ പൊതിഞ്ഞ മർമ്മം കാണപ്പെടുന്നു. മർമ്മത്തിനുള്ളിലായി ക്രോമസോമുകളും അവയ്ക്കുള്ളിലായി ജനിതക വസ്തുവായ DNA കാണപ്പെടുന്നു. ഇങ്ങനെ സ്തരത്താൽ പൊതിഞ്ഞ മർമ്മമുള്ള കോശങ്ങളെ യൂക്കാരിയോട്ടുകൾ എന്നും സ്തരത്താൽ പൊതിയാത്ത മർമ്മമുള്ള കോശങ്ങളെ പ്രോകാരിയോട്ടുകൾ എന്നും വിളിക്കുന്നു. ഈ രണ്ടു തരം കോശങ്ങളുടെയും ഉൾഭാഗത്ത് അർദ്ധവൃത്താകൃതിയിലുള്ള കോശദ്രവ്യം നിറഞ്ഞിരിക്കുന്നു. സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും കോശപ്രവർത്തനങ്ങൾ നടക്കുന്നത് പ്രധാനമായും കോശദ്രവ്യത്തിൽ വെച്ചാണ്. ഈ കോശത്തെ ജീവൽ പ്രവർത്തനാവസ്ഥയിൽ നിലനിർത്തുന്നത് കോശദ്രവ്യത്തിൽ നടക്കുന്ന വിവിധ രാസപ്രവർത്തനങ്ങളാണ്. മർമ്മത്തെ കൂടാതെ ഒരു യൂക്കാരിയോട്ടിക് കോശത്തിൽ സ്തര ആവരണമുള്ള വിവിധ കോശാംഗങ്ങൾ ഉണ്ട്. അന്തർദ്രവ്യജാലിക, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോമുകൾ, മൈറ്റോകോൺട്രിയ, ഫേനങ്ങൾ, മൈക്രോബോഡികൾ മുതലായവ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഒരു പ്രോകാരിയോട്ടിക് കോശത്തിൽ സ്തര ആവരണമുള്ള മർമ്മമോ മറ്റു കോശാംഗങ്ങളോ കാണപ്പെടുന്നില്ല.
പ്രോകാരിയോട്ടിക് കോശങ്ങളിലും യൂകാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന സ്തരാവരണമില്ലാത്ത കോശാംഗമാണ് റൈബോസോം. കോശത്തിനുള്ളിൽ റൈബോസോമുകൾ കോശദ്രവ്യത്തിൽ കൂടാതെ അന്തർദ്രവ്യ ജാലികയുടെ പുറത്തായും മറ്റു 2 കോശാംഗങ്ങളായ ഹരിതകണം സസ്യങ്ങളിലാണ് മൈറ്റോകോൺട്രിയ എന്നിവയുടെ ഉള്ളിലായും കാണപ്പെടുന്നു. ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന സ്തര ആവരണമില്ലാത്ത മറ്റൊരു കോശാംഗമാണ് സെൻട്രോസോം. ഇത് കോശവിഭജനത്തിന് സഹായിക്കുന്നു. കോശങ്ങൾ ആകൃതിയിലും വലുപ്പത്തിലും ധർമ്മത്തിലും വളരെയധികം വ്യത്യാസം പുലർത്തുന്നു. ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ കോശമായ മൈക്കോപ്ലാസ്മകൾക്ക് 0.3 നാനോമീറ്റർ നീളം മാത്രമേയുള്ളൂ. എന്നാൽ ബാക്ടീരിയയ്ക്ക് 3 മുതൽ 5 നാനോമീറ്റർ വരെ നീളമുണ്ട്. ഏറ്റവും വലിയ ഒറ്റ കോശമാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ബഹുകോശജീവിയായ മനുഷ്യൻ്റെ ചുവന്ന രക്താണുക്കളുടെ വ്യാസം ഏകദേശം 7 നാനോമീറ്റർ ആണ്. നീളം കൂടിയ കോശങ്ങളിൽ ചിലതാണ് നാഡീകോശങ്ങൾ. ആകൃതിയിലും കോശങ്ങൾ വൈവിധ്യമുള്ളവയാണ്. ഡിസ്ക് ആകൃതി, ബഹുഭുജാകൃതി, സ്തംഭാകൃതി, ക്യൂബാകൃതി, നൂലുപോലെയും അല്ലെങ്കിൽ പ്രത്യേക ആകൃതിയില്ലാതെയും കോശങ്ങൾ കാണപ്പെടുന്നു. കോശങ്ങൾ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയുടെ ആകൃതിയിൽ മാറ്റമുണ്ടാകും. അടുത്തതായി പ്രോകാരിയോട്ടിക് കോശങ്ങൾ. ബാക്ടീരിയകൾ, നീലഹരിത ആൽഗകൾ, മൈക്കോപ്ലാസ്മകൾ, പ്ലൂറോന്യൂമോണിയ പോലുള്ള ജീവികൾ എന്നിവ പ്രോകാരിയോട്ടിക് കോശങ്ങളാണ്. ഇവ യൂകാരിയോട്ടിക് കോശങ്ങളെക്കാൾ പൊതുവെ ചെറിയവയും വളരെ വേഗം വിഭജിക്കുവാൻ കഴിവുള്ളവയുമാണ്. ഇവയുടെ ആകൃതിയിലും വലുപ്പത്തിലും വളരെയേറെ വൈവിധ്യമുണ്ട്. ബാക്ടീരിയകൾ പ്രധാനമായും 4 ആകൃതിയിലുണ്ട്. ദണ്ഡാകൃതിയിലുള്ളവ ബാസില്ലസുകൾ, ഗോളാകൃതിയിലുള്ളവ കോക്കസുകൾ, കോമ രൂപത്തിലുള്ളവ വിബ്രിയോകൾ, സർപ്പിൾ ആകൃതിയിലുള്ളവ സ്പൈറില്ലം. പ്രോകാരിയോട്ടിക് കോശങ്ങൾ ധർമ്മത്തിലും ആകൃതിയിലും വ്യത്യാസം കാണിക്കാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അവയുടെ ഘടന ഒരുപോലെയാണ്. മൈക്കോപ്ലാസ്മ ഒഴികെ ബാക്കി എല്ലാ പ്രോകാരിയോട്ടിക് കോശങ്ങളിലും കോശസ്തരത്തിനെ ചുറ്റി കോശഭിത്തി കാണപ്പെടുന്നു. കോശത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകാവസ്ഥയിലുള്ള ഭാഗമാണ് കോശദ്രവ്യം. വ്യക്തമായ മർമ്മം ഇവിടെ കാണുന്നില്ല. ഇവയുടെ ജനിതക വസ്തു സ്തരത്താൽ പൊതിഞ്ഞിട്ടില്ല. മിക്കവാറും ബാക്ടീരിയകളിൽ ജനിതക DNA, ഏക ക്രോമസോം, വൃത്താകൃതിയിലുള്ള DNA കൂടാതെ വൃത്താകൃതിയിലുള്ള ചെറിയ DNA കാണപ്പെടുന്നു. ഇത്തരത്തിലുള്ള ചെറിയ DNAയെ പ്ലാസ്മിഡുകൾ എന്ന് വിളിക്കുന്നു. ഇവ ബാക്ടീരിയകൾക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ പ്രദാനം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് ആൻറ്റിബയോട്ടിക്കുകളെ ചെറുത്തു നിൽക്കുന്നതിനുള്ള കഴിവ്. ഇനി യൂകാരിയോട്ടിക് കോശങ്ങളിൽ മർമ്മസ്തരം കാണപ്പെടുന്നു. റൈബോസോമുകൾ ഒഴികെ യൂകാരിയോട്ടുകളിൽ കാണുന്ന ഒരു കോശാംഗവും പ്രോകാരിയോട്ടിൽ കാണപ്പെടുന്നില്ല. യൂകാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടാത്ത ഇൻക്ലൂഷനുകൾ പ്രോകാരിയോട്ടിക് കോശങ്ങളുടെ സവിശേഷതയാണ്. കോശസ്തരം വൈവിധ്യവൽക്കരിക്കപ്പെട്ട് രൂപപ്പെടുന്ന മീസോസോമുകൾ പ്രോകാരിയോട്ടുകളുടെ മാത്രം പ്രത്യേകതയാണ്. ഇവ യഥാർത്ഥത്തിൽ കോശസ്തരത്തിൻ്റെ ഉൾമടക്കുകളാണ്. അടുത്തത് കോശ ആവരണവും അതിൻ്റെ രൂപാന്തരങ്ങളും. മിക്ക പ്രോകാരിയോട്ടുകൾക്കും പ്രത്യേകിച്ച് ബാക്ടീരിയ കോശങ്ങൾക്ക് രാസപരമായി സങ്കീർണതയുള്ള കോശാവരണമുണ്ട്. ഈ ആവരണത്തിന് ദൃഢമായി ചേർന്നിരിക്കുന്ന 3 പാളികൾ ഉണ്ട്. ഏറ്റവും പുറമെയായി ഗ്ലൂക്കോകാലിക്സ്, അതിനുള്ളിലായി കോശഭിത്തി, ഏറ്റവും ഉള്ളിൽ കോശസ്തരം. ഇവയ്ക്ക് ഓരോന്നിനും പ്രത്യേക ധർമ്മങ്ങളുണ്ടെങ്കിലും എല്ലാ സ്തരങ്ങളും ചേർന്ന് ഒറ്റ യൂണിറ്റായി കോശത്തെ സംരക്ഷിക്കുന്നു. കോശാവരണത്തിലുള്ള വ്യത്യാസം ഗ്രാം സ്റ്റെയിനിങ്ങിനോടുള്ള പ്രതികരണവും അനുസരിച്ച് ബാക്ടീരിയകളെ 2 ആയി തരംതിരിക്കാം. ഗ്രാം സ്റ്റെയിൻ പിടിച്ചെടുക്കുന്നവയെ ഗ്രാം പോസിറ്റീവ് എന്നും പിടിച്ചെടുക്കാത്തവയെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ എന്നും അറിയപ്പെടുന്നു. ഈ സ്റ്റെയിനിങ് രീതി കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം എന്ന ശാസ്ത്രജ്ഞനാണ്. വ്യത്യസ്ത ബാക്ടീരിയകളിലെ ഗ്ലൈക്കോകാലിക്സ് അതിൻ്റെ ഘനത്തിലും ഘടനയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് അയഞ്ഞ ആവരണമായി കാണപ്പെടുന്നുവെങ്കിൽ അതിനെ സ്ലെം പാളി എന്നും കനവും കടുപ്പവുമുള്ള ഒന്നായി കാണപ്പെടുന്നുവെങ്കിൽ അതിനെ ക്യാപ്സൂൾ എന്നും വിളിക്കാം. കോശഭിത്തി ബാക്ടീരിയകൾക്ക് നിയതമായ ആകൃതി നൽകുകയും അവയെ തകർന്നു പോകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു.
പ്ലാസ്മ സ്തരം വരണധാരി സ്തരമായി വർത്തിച്ച് പുറം ലോകവുമായി ഇടപെടുന്നു. ഈ സ്തരം ഘടനയിൽ യൂക്കാരിയോട്ടിക് കോശങ്ങളിലേതിന് സമാനമാണ്. പ്ലാസ്മ സ്തരം ചില ഭാഗങ്ങളിൽ കോശത്തിനുള്ളിലേക്ക് മടങ്ങി പ്രത്യേക ഘടനയോടുകൂടിയ മീസോസോമുകളായി മാറുന്നു. ഇവ ചെറുസഞ്ചികളായും നളികകളായും പാളികളായും കാണപ്പെടുന്നു. മീസോസോമുകൾ കോശഭിത്തിയുടെ രൂപീകരണത്തിനും DNA ഇരട്ടിച്ച് പുത്രികാകോശങ്ങൾക്ക് പങ്കിടുന്നതിനും സഹായിക്കുന്നു. കൂടാതെ ശ്വസനത്തിനും സ്രവങ്ങളുടെ ഉൽപാദനത്തിനും കോശസ്തരത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും രാസാഗ്നികളുടെ അളവ് കൂട്ടുന്നതിനും സഹായിക്കുന്നു. ചില പ്രോകാരിയോട്ടുകളായ നീലഹരിത ആൽഗകളുടെ കോശദ്രവ്യത്തിലേക്ക് നീണ്ടുനിൽക്കുന്ന സ്തരപാളികൾ കാണപ്പെടുന്നു. വർണ്ണവസ്തുക്കൾ നിറഞ്ഞ ഇവയെ ക്രൊമാറ്റോഫോറുകൾ എന്ന് വിളിക്കുന്നു. ബാക്ടീരിയകളിൽ ചലിക്കുവാൻ കഴിയുന്നവയും കഴിയാത്തവയുമുണ്ട്. ചലനശേഷിയുള്ളവയ്ക്ക് ഫ്ലജെല്ല ഉണ്ടായിരിക്കും. കോശഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുനിൽക്കുന്ന നേർത്ത നാരുപോലുള്ള ഭാഗത്തെയാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ബാക്ടീരിയകൾ ഇവയുടെ എണ്ണത്തിലും ക്രമീകരണത്തിലും വ്യത്യാസമുണ്ട്. ബാക്ടീരിയയുടെ ഫ്ലജെല്ലയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്: ഫിലമെന്റ്, ഹൂക്ക്, ബേസൽ ബോഡി. ഇവയിൽ ഏറ്റവും നീളം കൂടിയ ഭാഗമായ ഫിലമെന്റ് കോശത്തിൻ്റെ പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഫ്ലജെല്ലയെ കൂടാതെ പിലി, ഫിംബ്രിയെ എന്നീ 2 ഭാഗങ്ങൾ കോശപ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നു. പക്ഷേ ബാക്ടീരിയയുടെ ചലനശേഷിയുമായി ഇവയ്ക്ക് ബന്ധമില്ല. പ്രത്യേകതരം പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമായ നീളം കൂടിയ കുഴൽ പോലെയുള്ളവയാണ് പിലി. കോശത്തിന് പുറത്തേക്ക് വളരുന്ന ചെറിയ ദൃഢരോമങ്ങളാണ് ഫിംബ്രിയെ. ചില ബാക്ടീരിയകളെ ആതിഥേയ ജീവികളിലും ഒഴുക്കുള്ള ജലാശയങ്ങളിലെ പാറകളിലും പറ്റിപ്പിടിച്ചിരിക്കുവാൻ ഇവ സഹായിക്കുന്നു. അടുത്തത് റൈബോസോമുകളും ഇൻക്ലൂഷൻ ബോഡികളും. പ്രോകാരിയോട്ടുകളിൽ സാധാരണയായി റൈബോസോമുകൾ കോശസ്തരത്തോട് ചേർത്താണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് 15 നാനോമീറ്റർ മുതൽ 20 നാനോമീറ്റർ വരെ വലിപ്പമുണ്ട്. ഇവയ്ക്ക് 2 ഉപയൂണിറ്റുകൾ ഉണ്ട്: 50S ഉം 30S. ഈ ഉപയൂണിറ്റുകൾ ഒന്നിച്ചു ചേരുമ്പോൾ 70S ആയി മാറുന്നു. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ കേന്ദ്രം റൈബോസോമുകളാണ്. ഒരു mRNAയിൽ ധാരാളം റൈബോസോമുകൾ പറ്റിച്ചേർന്ന് മാല പോലെ കാണപ്പെടുന്നു. ഇതിനെ പോളിറൈബോസോമുകൾ അഥവാ പോളിസോം എന്ന് വിളിക്കുന്നു. പോളിറൈബോസോമിലെ റൈബോസോമുകൾ mRNAയിൽ നിന്നും ട്രാൻസ്ലേഷൻ പ്രക്രിയയിലൂടെ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു. അടുത്തത് ഇൻക്ലൂഷൻ ബോഡികൾ. പ്രോകാരിയോട്ടുകളുടെ കോശദ്രവ്യത്തിൽ ആഹാരവസ്തുക്കൾ സംഭരിച്ചിരിക്കുന്നത് ഇൻക്ലൂഷൻ ബോഡികളായാണ്. ഇവയെ ഒരു ആവരണ വ്യവസ്ഥ കൊണ്ടും പൊതിഞ്ഞിട്ടില്ല. ഇവ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്നു. ഫോസ്ഫേറ്റ് തരികൾ, സയനോഫൈസിയൻ തരികൾ, ഗ്ലൈക്കോജൻ തരികൾ എന്നിവ ഇൻക്ലൂഷൻ ബോഡികൾക്ക് ഉദാഹരണങ്ങളാണ്. വായു നിറഞ്ഞ ഫേനങ്ങൾ പ്രകാശസംശ്ലേഷണത്തിന് കഴിവുള്ള നീലഹരിത ബാക്ടീരിയകളിലും പർപ്പിൾ ബാക്ടീരിയകളിലും ഹരിത ബാക്ടീരിയകളിലും കാണുന്നു. അടുത്തത് യൂക്കാരിയോട്ടിക് കോശങ്ങൾ. പ്രോട്ടിസ്റ്റകൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, ഫംഗസുകൾ ഇവയെല്ലാം യൂക്കാരിയോട്ടുകളാണ്. എല്ലാ യൂക്കാരിയോട്ടിക് കോശങ്ങളിലും സ്തരം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട കോശാംഗങ്ങൾ മുഖേന കോശദ്രവ്യത്തിൻ്റെ സമഗ്ര വിഭജനം നടന്നിട്ടുള്ളതായി കാണാം. യൂക്കാരിയോട്ടിക് കോശങ്ങൾക്ക് സ്തര ആവരണമുള്ള വ്യക്തമായ മർമ്മമുണ്ട്. കൂടാതെ ഇവയ്ക്ക് സങ്കീർണമായ ചലന സംവിധാനങ്ങളും കോശാസ്ഥി ഘടനകളും ഉണ്ട്. ഇവയുടെ ജനിതക വസ്തു ക്രോമസോമുകളായി രൂപം പ്രാപിച്ചിരിക്കുന്നു. യൂക്കാരിയോട്ടിക് കോശങ്ങൾ എല്ലാം ഒരുപോലെയല്ല. സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. സസ്യകോശങ്ങളിൽ കോശഭിത്തിയും ജൈവകണങ്ങളും മധ്യത്തിൽ ഒരു വലിയ ഫേനവും കാണുന്നു. ഇവയൊന്നും ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്നില്ല. എന്നാൽ ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന സെൻട്രിയോളുകളിൽ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നില്ല. ഇനി ഓരോ കോശാംഗങ്ങളുടെയും ഘടനയും ധർമ്മവും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കോശസ്തരം. കോശത്തിൻ്റെ വിശദമായ ഘടന നമുക്ക് പഠിക്കുവാൻ സാധിച്ചത് 1950കളിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതോടുകൂടിയാണ്. അതിനിടയിൽ കോശസ്തരത്തെക്കുറിച്ചുള്ള രാസപഠനങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ചുവന്ന രക്താണുക്കളിൽ നടത്തിയവ കോശത്തിൻ്റെ സാധ്യമായ ഘടന ഗ്രഹിക്കുവാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചു.
ഈ പഠനങ്ങൾ കോശസ്തരം ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ട് നിർമ്മിതമാണെന്ന് തെളിയിച്ചു. പ്രധാന ലിപ്പിഡുകൾ ഫോസ്ഫോലിപ്പിഡുകളാണ്. ഇവ 2 പാളികളായി ക്രമീകരിച്ചിരിക്കുന്നു. സ്തരത്തിൽ ലിപ്പിഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ലിപ്പിഡുകളുടെ ധ്രുവീയ ശീർഷം പുറത്തേക്കും ജലഭീതിയുള്ള വാൽഭാഗം സ്തരത്തിൻ്റെ ഉൾഭാഗത്തേക്കും തള്ളി നിൽക്കുന്ന രീതിയിലാണ്. ഈ ക്രമീകരണത്തിലൂടെ ലിപ്പിഡിൻ്റെ പൂരിത ഹൈഡ്രോകാർബണുകളുള്ള അധ്രുവീയ വാൽഭാഗം ജലാംശമുള്ള ചുറ്റുപാടുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്തരത്തിൽ ഫോസ്ഫോലിപ്പിഡുകളെ കൂടാതെ കൊളസ്ട്രോളും കാണപ്പെടുന്നു. പ്രധാനമായും ഫോസ്ഫോഗ്ലിസറൈഡുകളാൽ നിർമ്മിതമാണ് കോശസ്തര ലിപ്പിഡുകൾ. ഇവയെ കൂടാതെ പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും ചേർന്നാണ് പ്ലാസ്മ സ്തരം നിർമ്മിച്ചിരിക്കുന്നത്. തുടർന്ന് നടന്ന ജൈവരാസ ഗവേഷണങ്ങൾ തെളിയിച്ചു. വിവിധ കോശങ്ങളിൽ പ്രോട്ടീൻ ലിപ്പിഡ് അനുപാതം വ്യത്യസ്തമാണ്. മനുഷ്യരിലെ ചുവന്ന രക്തകോശസ്തരത്തിൽ ഏകദേശം 52% പ്രോട്ടീനുകളും 40% ലിപ്പിഡുകളാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ 1-ാം ഭാഗം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.